പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FA UGP 3ാം സെമസ്റ്റർ BA MDC മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് കേരളവും പ്രവാസവും എന്നുള്ളത്. പ്രവാസ ജീവിതത്തിൻ്റെ ആവിഷ്കാരങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പ്രവാസം? നാട് വിട്ടിട്ടുള്ള വാസത്തെ പ്രവാസം എന്ന് പറയുന്നു. അങ്ങനെ വസിക്കുന്നവരാണ് പ്രവാസികൾ. ജോലിക്കും പഠനത്തിനുമായി വിദേശങ്ങളിൽ കഴിയുന്നവരെയാണ് നാം പൊതുവെ പ്രവാസി എന്ന് വിളിക്കുന്നത്. ഏകദേശം 60 ലക്ഷത്തോളം മലയാളികൾ കേരളത്തിന് പുറത്ത് വസിക്കുന്നവരുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. മൊത്തം ജനസംഖ്യയുടെ 20% പ്രവാസികളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 11.5 ലക്ഷത്തിലധികം മലയാളികൾ വിദേശത്ത് കഴിയുന്നു. അതിൽ 95% ഗൾഫ് മേഖലകളിലാണ്. 5% മാത്രമാണ് മറ്റ് വിദേശ രാജ്യങ്ങൾ ഉള്ളത്. സമീപകാലത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രവാസവും കുടിയേറ്റവും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. സ്വദേശത്തെ ജനപ്പെരുപ്പം കുറയുന്ന തൊഴിലവസരങ്ങൾ, പരിമിതമായ ജീവിത സൗകര്യങ്ങൾ, സുരക്ഷിതത്വത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ തുടങ്ങിയൊക്കെ കുടിയേറ്റത്തിനും പ്രവാസത്തിനും കാരണമായി തീരുന്നുണ്ട്. കേരളീയ പ്രവാസ ജീവിതത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്നും മലബാറിലേക്കും മലയോര പ്രദേശങ്ങളിൽ നിന്നും കുടിയേറ്റങ്ങളും ബോംബെ, മദ്രാസ്, ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലേക്ക് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ നടത്തിയ കുടിയേറ്റങ്ങളും ബ്രിട്ടീഷുകാരുടെ വ്യവസായശാലകളിലേക്കും തോട്ടങ്ങളിലേക്കും നടത്തിയ കുടിയേറ്റങ്ങളും ഒക്കെ ഇവയിൽപ്പെടുന്നു. മലയ, ബർമ്മ, സിലോൺ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ആദ്യകാലത്ത് മലയാളികൾ തൊഴിൽ തേടിപ്പോയത്. 1960 ശേഷമാണ് ഗൾഫ് നാടുകളിലേക്കുള്ള പ്രവാസം ആരംഭിക്കുന്നത്. പിന്നീട് പഴയകാലത്ത് വിസയും പാസ്പോർട്ടും ഒന്നുമില്ലാതെ പത്തേമാരുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ യാത്രകളും പുതിയ കാലത്ത് നടത്തുന്ന തൊഴിൽ പഠനയാത്രകളുമെല്ലാം പ്രവാസത്തിൻ്റെ വിവിധ കാലങ്ങളായി നമുക്ക് അടയാളപ്പെടുത്തുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ കാനഡ, സ്വിറ്റ്സർലാൻഡ്, സിംഗപ്പൂർ, അമേരിക്ക, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മലയാളികൾ തൊഴിൽ തേടിയും പഠനത്തിനും ഉയർന്ന ജീവിത നിലവാരം തേടിയും യാത്രയാകുന്നുണ്ട്. വിദേശ നാണ്യങ്ങളുടെ വരവാണ് പ്രവാസ ജീവിതത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. ഒരു വർഷം ഏകദേശം 55,000 കോടി രൂപ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ പകുതിയിലധികം മലയാളികളുടെ സംഭാവനയാണ്. ഇവിടുത്തെ പണം പ്രധാനമായും നിർമ്മാണ മേഖലകളിലേക്കാണ് ചെലവഴിക്കപ്പെടുന്നത്. ഒരു പരിധിവരെ ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട്. വ്യവസായ മേഖലകളിലും പ്രവാസികളുടെ നിക്ഷേപവും പങ്കാളിത്തവും വളരെ വലുതായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഓർത്തുവെക്കണം. ഇത്തരത്തിൽ പ്രവാസ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടതകളും അതിജീവന ശ്രമങ്ങളും വ്യക്തി, കുടുംബ, സമൂഹ എന്നിങ്ങനെയുള്ള ത്രികോണ നിർമ്മിതിയിൽ പ്രവാസ ജീവിതത്തിൻ്റെ അടയാളങ്ങളും അവതരിപ്പിക്കുന്ന സിനിമയാണ് സലീം അഹമ്മദ് സംവിധാനം ചെയ്ത പത്തേമാരി എന്നുള്ളത്. 2015 ഈ സിനിമ പുറത്തിറങ്ങിയത്. മെച്ചപ്പെട്ട ജീവിതം തേടിയ ഒരു കൂട്ടം പുരുഷന്മാരോടൊപ്പം ചെറുപ്പക്കാരനായ നാരായണനും മൊയ്തീനും ദുബായിലേക്ക് പോകുന്നു. യുവാക്കളെ ഗൾഫിലേക്ക് കടത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം ലോഞ്ചി വേലായുധനാണ്. ദുബായിൽ നാരായണനും മൊയ്തീനും നിർമ്മാണ തൊഴിലാളികളായി ജോലി കണ്ടെത്തുകയും മറ്റു തൊഴിലാളികളോടൊപ്പം താമസിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ സന്തോഷം ത്യജിക്കുകയും കുടുംബത്തിനാവശ്യമായ പണം സമ്പാദിക്കാനായി കഠിനാധ്വാനവും ചെയ്യുന്നു. നാരായണൻ കൃത്യമായ ഇടവേളകളിൽ ലീവിന് തൻ്റെ നാട്ടിലെത്തുകയും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി പല സമ്മാനങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ഗൾഫുകാരൻ വീട്ടിലേക്കും നാട്ടിലേക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന പ്രസരിപ്പും സ്വാധീനവും ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. ഒരിക്കൽ നാട്ടിലെത്തിയപ്പോൾ താൻ ദുബായിലേക്ക് മടങ്ങില്ലെന്നും നാട്ടിലൊരു ബിസിനസ് തുടങ്ങി ഇവിടെ തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നാരായണൻ ഭാര്യയെ അറിയിക്കുന്നു. എന്നാൽ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ള അവളുടെ താല്പര്യം അവൾ മറച്ചു വെക്കുന്നില്ല. തൻ്റെ കുടുംബം തന്നേക്കാൾ താനുണ്ടാക്കുന്ന പണത്തിനാണ് വില കൽപ്പിക്കുന്നതെന്നും ഭാര്യയുടെ അഭിമാനവും സാമൂഹ്യ പ്രതിച്ഛായയും തൻ്റെ ഗൾഫ് പണത്തിലാണ് നിലനിൽക്കുന്നതെന്നും അത് നഷ്ടപ്പെടുമെന്ന് അവൾ ഭയക്കുന്നുവെന്നും മനസ്സിലാക്കി നാരായണൻ ദുബായിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതേസമയം നാരായണൻ്റെ വീട്ടിൽ താമസിക്കുന്ന വിധവയായ സഹോദരി നിർമ്മലയുടെ മകൾക്ക് പണമോ സ്വത്തോ ഇല്ലാത്തതിനാൽ വരന് ലഭിക്കുന്നില്ല. ചന്ദ്രേട്ടൻ നിർമ്മലയുടെ ഉടമസ്ഥയിലുള്ള ഭൂമി നാരായണന് വാഗ്ദാനം ചെയ്യുകയും പകരം സ്വത്തിൻ്റെ വിഹിതം നിർമ്മലയുടെ മകൾക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നാരായണൻ സമ്പന്നനായതിനാൽ തനിക്ക് ഒരു ആഡംബര വീട് പണിയാമെന്ന് ചന്ദ്രേട്ടൻ കരുതുന്നു.
നാരായണൻ സന്തോഷത്തോടെ അതും സമ്മതിക്കുന്നു. അങ്ങനെ വീട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ഒരു ഗൾഫുകാരൻ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മനഃപൂർവ്വം മറന്നുകളയുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. നാരായണൻ്റെ മക്കൾ ഇപ്പോൾ ചെറുപ്പക്കാരാണ്. നാരായണൻ്റെ സമ്പത്തിനെ കുറിച്ച് മാത്രമാണ് അവർക്ക് ആശങ്കയുള്ളത്. ആരും തന്നെ അയാളെക്കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല. ഒടുവിൽ നാരായണൻ ഗൾഫിൽ വെച്ച് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. മരിച്ചിട്ട് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോട് ഒരു ബഹുമാനം കാണിക്കുന്നില്ല. അന്തിമ ചടങ്ങുകൾക്ക് ശേഷം കുടുംബം നാരായണൻ്റെ ഒരു ടെലിവിഷൻ അഭിമുഖം കാണുന്നു. താൻ കാരണം കുടുംബ ദാരിദ്ര്യമില്ലാതെ കഴിഞ്ഞുകൂടുന്നതിൽ താൻ സന്തുഷ്ടനാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. താൻ സഹിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും കുടുംബത്തെ അറിയിച്ചില്ല. കുടുംബത്തിന് തന്നോട് താല്പര്യമില്ലാതിരുന്നിട്ടും അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൽ തനിക്കൊരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആളുകളുടെ പുഞ്ചിരി കാണുമ്പോൾ സംതൃപ്തനാവുകയും അവരുടെ സന്തോഷത്തിന് താൻ ഉത്തരവാദിയാകുന്നതിൽ ആത്മസംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. ടിവിയിൽ ഇത് കാണുന്ന കുടുംബാംഗങ്ങൾക്ക് ആ നിമിഷം തങ്ങൾ നാരായണന് ചെയ്ത അപരാധം തിരിച്ചറിയുന്നു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം ആ നിമിഷം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതേ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ലഭിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നതാണ് സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു 1960കളിൽ ആളുകൾ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ടു പോയിരുന്ന കടൽ വാഹനമാണ് പത്തേമാരി എന്നുള്ളത്. അങ്ങനെ പത്തേമാരിയിൽ യാത്ര ചെയ്യുന്നവർ പലരും അക്കരെ എത്തണമെന്നില്ല. പാസ്പോർട്ടും വിസയുമില്ലാതെ, ഒരു തിരിച്ചൽ രേഖ പോലുമില്ലാതെ അതിജീവനത്തിൻ്റെ സാധ്യതകൾ തേടിയുള്ള ആ യാത്ര തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങനെ അപ്പുറമെത്തിയ ചിലരൊക്കെ നല്ല തൊഴിൽ ലഭിച്ച് രക്ഷപ്പെടുകയും മറ്റു ചിലർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്തു. അക്കാലത്ത് ഗൾഫിലെത്തി വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർ നാട്ടിലും വീട്ടിലും സമൂഹത്തിലും അറിയപ്പെട്ടു. അവരുടെ പേരിൽ എല്ലാവരും അഭിമാനികളായി. അവരുടെ പണം കൊണ്ട് നാട് പല വിധത്തിൽ മുന്നേറി. സ്വന്തം കുടുംബം മാത്രമല്ല, ബന്ധുജനങ്ങളും അയൽവാസികളും നാട്ടുകാരും നിത്യജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും അഭിവൃദ്ധികൾക്കും കാരണമായി. അതേസമയം ഈ ഗൾഫുകാരായ പല വ്യക്തികളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ജന്മം മുഴുവൻ കഷ്ടപ്പെടുന്നവരാണ് എന്ന യാഥാർത്ഥ്യം നാട്ടിലാരും അറിഞ്ഞതുമില്ല. അവരെ അറിയിക്കാൻ ഗൾഫുകാരൻ ആഗ്രഹിച്ചതുമില്ല. പത്തേമാരി ഇത്തരം ഇടത്തരം കുടുംബങ്ങളിലെ ഗൾഫ് ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. വീട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി ചോരയും നീരും വറ്റിച്ച് ഗൾഫിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർ നിരവധിയാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ നല്ലൊരു പങ്കും അവർക്കുള്ളതാണ്. കുറച്ചു കാലം ഗൾഫിൽ കഠിനാധ്വാനം ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തി എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് ഇവിടത്തെ കൂടാമെന്ന് വിചാരിക്കുന്നവരാണ് അധികം ഗൾഫുകാരും. പക്ഷേ പലരുടെയും ബാധ്യതകൾ തലയിലേറ്റി അവർക്കതിന് കഴിയാതെ വരികയും ജന്മം മുഴുവൻ ഗൾഫിൽ കഴിയേണ്ടതായിട്ടും വരുന്നു. തൻ്റെ കുടുംബത്തിന് സന്തോഷവും ആഡംബരത്തോടൊപ്പം ജീവിക്കുന്നതിന് ഗൾഫ് മരുഭൂമിയിൽ ജീവിതം അവസാനിപ്പിച്ച നാരായണിലൂടെ ഒരു ശരാശരി മലയാളിയുടെ ഗൾഫുകാരൻ്റെ ജീവിതമാണ് അവതരിപ്പിക്കുന്നത്. അതിലൂടെ യാഥാർത്ഥ്യം വീട്ടുകാർ ബോധ്യപ്പെട്ടതാകട്ടെ മരണശേഷം ഒരു ചാനൽ ചർച്ചയിലൂടെ മാത്രമാണ്, അല്ലെ അഭിമുഖത്തിലൂടെ മാത്രമാണ്. ഒരു ഗൾഫുകാരൻ്റെ ത്യാഗമനസ്സും ആത്മസമർപ്പണവും സ്നേഹവും കരുതലും കഷ്ടപ്പാടും എല്ലാം ഈ സിനിമയുടെ അവസാന രംഗത്തെ നാരായണൻ്റെ വാക്കുകളിലൂടെ ഹൃദയസ്പർശിയെ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു ശരാശരി ഗൾഫുകാരൻ്റെ പരിപൂർണമായിട്ടുള്ള കഥയാണ് പത്തേമാരിയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. ഓക്കെ, താങ്ക് യു.